and welcome to EasyLearn 365 Financial Derivative Classes. നമ്മൾ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഫോർവേഡ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ക്ലാസ്സുകളാണ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാർട്ട് 5ലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ സെഷൻസിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. നിങ്ങളത് കണ്ടതിന് ശേഷം തുടർന്ന് ഈ സെഷനിലേക്ക് വരിക. നമ്മളിന്ന് ഡീറ്റെയിൽ ആയിട്ട് ഫ്യൂച്ചേഴ്സിനെ കുറിച്ച് തന്നെ പരിശോധിക്കാനായിട്ട് പോവുകയാണ്. നമ്മൾ ടൈപ്സ് ഓഫ് ഫ്യൂച്ചേഴ്സിനെ കുറിച്ച് കുറച്ച് പോയിന്റ്സ് മാത്രം കഴിഞ്ഞ സെഷൻസിൽ പറഞ്ഞിരുന്നു. അപ്പോൾ അന്ന് തന്നെ ഞാൻ പറഞ്ഞിരുന്നു അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമ്മൾ പോകുന്നുണ്ടെന്നുള്ളത്. ഇന്ന് നമ്മൾ ടൈപ്സ് ഓഫ് ഫ്യൂച്ചറിനെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാൻ പോവാണ്. ഓരോ ഫ്യൂച്ചറും എന്താണ്, എന്തൊക്കെയാണത് ചെയ്യുന്ന ഫങ്ഷൻസ് എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം. ആദ്യമേ നമ്മൾ പരിചയപ്പെടേണ്ടത് കമ്മോഡിറ്റി ഫ്യൂച്ചേഴ്സിനാണ്. കമ്മോഡിറ്റീസിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഫ്യൂച്ചർ ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? Commodity futures are standardized agreements to buy or sell specified quantities of commodities at a specified future date at a price agreed at the time of entering into the contract. അപ്പോൾ വളരെ നേരത്തെ തന്നെ എഗ്രിമെൻറ്റിൽ ഏർപ്പെടുകയാണ് ഒരു കമ്മോഡിറ്റിയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഫ്യൂച്ചറിൽ ഞങ്ങളത് വാങ്ങിക്കുകയോ വിൽക്കുകയോ ചെയ്യുമെന്നുള്ളതായ ഒരു കമ്മിറ്റ്മെൻ്റാണ് കമ്മോഡിറ്റി ഫ്യൂച്ചേഴ്സിൽ കൂടെ നമ്മൾ കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഇവിടെ നടക്കുന്ന ഫാമേഴ്സ് സ്ട്രൈക്ക്, അതിൻ്റെ അടിസ്ഥാനപരമായ കാരണം എന്ന് പറയുന്നത് ഇത്തരം കമ്മോഡിറ്റി ഫ്യൂച്ചേഴ്സ് പോലുള്ള അല്ലെങ്കിൽ കോൺട്രാക്ട് ഫാമിംഗ് ആണ്. അവിടെ എന്താണ് ചെയ്യുന്നത്? കർഷകർ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പ്രോഡക്റ്റുകൾ, ഹാർവെസ്റ്റുകൾ, അതിന് മാർക്കറ്റിൽ എത്തുന്നതിന് 5-6 മാസം മുൻപ് തന്നെ അതിൻ്റെ വില തീരുമാനിക്കപ്പെട്ട് ഒരു കോൺട്രാക്റ്റിൽ കർഷകനും ഇത് പ്രൊക്യൂർ ചെയ്യുന്നതായിട്ടുള്ള കമ്പനികളും തമ്മിൽ ഒരു വില തീരുമാനിക്കപ്പെടുകയാണ്. ആ വിലയുടെ അടിസ്ഥാനത്തിൽ ഒരു കോൺട്രാക്റ്റ് രൂപീകരിക്കപ്പെടുകയും ആ കോൺട്രാക്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ 3-6 മാസങ്ങൾക്ക് ശേഷം നടക്കുന്ന ഹാർവസ്റ്റിൽ ആ വസ്തു അത് ട്രേഡർക്ക് കൊടുക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ് കോൺട്രാക്ട് ഫാമിങ്ങിൽ കൂടെ ഗവൺമെൻറ് വിഭാവനം ചെയ്യുന്നത്. അതിന് അതിൻ്റെതായ ചില ഗുണങ്ങളുമുണ്ട്, എന്നാൽ ധാരാളം ദോഷങ്ങളും അതിൻ്റെ ഭാഗമായിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ മറ്റൊരു ഡിസ്കഷൻ നമുക്കാവാം. പക്ഷേ ഇവിടെ കമ്മോഡിറ്റി ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്നത് ബേസിക്കലി ഇതേ ഒരു കോൺസെപ്റ്റിൽ വർക്ക് ചെയ്യുന്നതാണ്. അതിൻ്റെ ഫീച്ചേഴ്സ് എടുത്ത് നോക്കിയാൽ ഓൾ കമ്മോഡിറ്റീസ് കനോട്ട് ബി ട്രേഡഡ് അറ്റ് ദ കമ്മോഡിറ്റി സ്റ്റോക്ക് എക്സ്ചേഞ്ച്. എല്ലാം നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ദർ ഷുഡ് ബി എ പ്രോപ്പർ ഡിമാൻഡ് ആൻഡ് സപ്ലൈ കണ്ടീഷൻസ് ആൻഡ് മാർക്കറ്റ് ഫോർ സച്ച് കമ്മോഡിറ്റീസ് ഈസ് വൊളാറ്റൈൽ സോ ദാറ്റ് ഹെഡ്ജേഴ്സ് മസ്റ്റ് മേക്ക് ടു പ്രൊട്ടക്ട് themselves from the risk of volatility. അപ്പോൾ കൃത്യമായിട്ടുള്ള ഡിമാൻഡ് ആൻഡ് സപ്ലൈ മെഷേഴ്സ്, അതുപോലെ മാർക്കറ്റുള്ള ഒരു കമ്മോഡിറ്റി ആയിരിക്കണം നമ്മൾ ഈ കമ്മോഡിറ്റി എക്സ്ചേഞ്ചിൽ കൂടെ ട്രേഡ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഈ കമ്മോഡിറ്റി ഡെറിവേറ്റീവ് അല്ലെങ്കിൽ കമ്മോഡിറ്റി ഫ്യൂച്ചേഴ്സ് ഉണ്ടാക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇവിടെ പറയുന്ന പോലെയുള്ള പ്രൈസ് വൊളാറ്റിലിറ്റിയാണ്. ഹെഡ്ജേഴ്സ് എന്ന് പറയുന്ന റിസ്ക് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ ഈ കമ്മോഡിറ്റിയുടെ ഭാവിയിലുള്ള വില പിടിച്ചു നിർത്താം എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഫ്യൂച്ചേഴ്സ് കോൺട്രാക്ട് ഉണ്ടാകുന്നത്. കമ്മോഡിറ്റീസ് ഷുഡ് ബി ഹോമോജീനസ് സോ ദാറ്റ് സ്റ്റാൻഡർഡൈസ്ഡ് കോൺട്രാക്ട്സ് ക്യാൻ ബി ഫ്രെയിംഡ്. ഒരു കോൺട്രാക്റ്റിൻ്റെ ഭാഗമായി തന്നെ വീറ്റും റൈസും അതുപോലെ തന്നെ ഷുഗറും ഗോൾഡും നമുക്ക് ഒറ്റ കോൺട്രാക്റ്റിൽ നമുക്ക് സെൽ ചെയ്യാൻ പറ്റില്ല. നമുക്ക് വീറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു കോൺട്രാക്റ്റ്, ഷുഗറിനെ ബേസ് ചെയ്തുകൊണ്ട് മറ്റൊരു കോൺട്രാക്റ്റ്, അല്ലെങ്കിൽ ഗോൾഡിനെ ബേസ് ചെയ്തുകൊണ്ട് മറ്റൊരു കോൺട്രാക്റ്റ്, ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഹോമോജീനിയസ് ആയിട്ടുള്ള പ്രോഡക്റ്റ് മാത്രമേ ഒരു കോൺട്രാക്റ്റിൽ വരുള്ളൂ. ഹെട്രോജീനിയസ് ആയിട്ടുള്ള പലതരത്തിലുള്ള ഗുഡ്സിനെ നമുക്ക് അണ്ടർലൈങ് അസറ്റ് ആയിട്ട് എടുത്തിട്ട് നമുക്ക് കോൺട്രാക്റ്റും ഫ്രെയിം ചെയ്യാൻ കഴിയില്ല. കമ്മോഡിറ്റീസ് ഷുഡ് ബി ഫ്രീ ഫ്രം ഗവൺമെൻറ് റെസ്ട്രിക്ഷൻസ് ആൻഡ് കൺട്രോൾ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഇത് പറയാനുള്ള അടിസ്ഥാനമായ റീസൺ എന്ന് പറയുന്നത്, നമ്മൾക്ക് നിലവിലുണ്ടായിരുന്ന ഒരു സിസ്റ്റം എന്ന് പറയുന്നത്, ഇപ്പോൾ ഫാമേഴ്സിൻ്റെ സ്ട്രൈക്കിൻ്റെ പ്രധാനപ്പെട്ട റീസൺ അതാണ്. മിനിമം സപ്പോർട്ട് പ്രൈസ് MSP എന്ന് പറയുന്ന ഒരു സംവിധാനം നമുക്ക് രാജ്യത്ത് നിലവിലുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ സാധനങ്ങൾ പ്രൊക്വയർ ചെയ്യുന്നതിന് ഒരു മിനിമം പ്രൈസ് ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഫാമേഴ്സിന് മിനിമം അത്രയെങ്കിലും വില ലഭിക്കും. അതിന് താഴേക്ക് ഒരിക്കലും ആർക്കും വാങ്ങിക്കാനായിട്ട് സാധിക്കില്ല. ആരെങ്കിലും അങ്ങനെയാണ് കോട്ട് ചെയ്യുന്നതെങ്കിൽ അത് ഗവൺമെൻറ് ഏറ്റെടുക്കും. അതാണ് സംവിധാനം. അപ്പോൾ ഈ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് MSP എന്നുള്ള സിസ്റ്റം പുതിയ ഫാമേഴ്സ് ബില്ലിൽ
ഒഴിവാക്കപ്പെടുകയും ഗവൺമെൻറ് റെസ്ട്രിക്ഷൻസ് ഒഴിവാക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ ഭാഗമായി സംഭവിക്കാൻ പോകുന്നത് ചിലപ്പോൾ മറ്റ് ട്രേഡേഴ്സ് ഒരു മിനിമം പ്രൈസിനേക്കാളും താഴേക്ക് സാധനങ്ങൾ കോട്ട് ചെയ്യാനുള്ള വാങ്ങിക്കൊണ്ട് പോകാനുള്ള കോൺട്രാക്റ്റിൽ പ്രൈസ് ഫിക്സ് ചെയ്യപ്പെടാനുള്ള സാധ്യതയാണ്. അപ്പോൾ അത്തരം റെസ്ട്രിക്ഷൻസ് ഒഴിവാക്കപ്പെട്ട കമ്മോഡിറ്റീസിന് മാത്രമാണ് നമുക്ക് കമ്മോഡിറ്റി എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യാൻ കഴിയുള്ളൂ. Only those commodities which can be stored are traded. In the absence of this, arbitrage is not possible. നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം, കുറച്ച് കാലത്തേക്കെങ്കിലും നമുക്ക് സൂക്ഷിച്ചു വയ്ക്കാൻ പറ്റുന്നതായിരിക്കും. വളരെ പെരിഷബിൾ ആയിട്ടുള്ള പ്രോഡക്ട്സ്, ഇപ്പോൾ നമ്മൾ വെജിറ്റബിൾസ് പോലുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ കഴിയില്ല, കുറച്ച് നാളത്തേക്ക് കോൺട്രാക്റ്റ് നമുക്ക് ഫ്രെയിം ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ മാത്രമേ ഇവിടെ നമ്മൾ ട്രേഡ് ചെയ്യുന്നുള്ളൂ. ഇതിൻ്റെ ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ ചില അഡ്വാൻറ്റേജസ് യൂസസ് എന്താണെന്ന് നോക്കാം. ഒന്ന് പ്രൈസ് ഡിസ്കവറിയാണ്. പ്രൈസ് കണ്ടെത്താൻ കഴിയും. നമുക്ക് 5-6 മാസത്തിന് ശേഷമുള്ള മാർക്കറ്റിലെ വില എന്തായിരിക്കും എന്നുള്ളത് ഇപ്പോൾ തന്നെ കണ്ടുപിടിക്കാൻ കഴിയുന്ന ഒരു സിസ്റ്റമാണ് പ്രൈസ് ഡിസ്കവറി. അപ്പോൾ ആ പ്രോഡക്റ്റിനെ അടിസ്ഥാനപ്പെടുത്തി ബിസിനസ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 6 മാസത്തിന് ശേഷം ആ പ്രോഡക്റ്റിൻ്റെ വില തീരുമാനിക്കപ്പെടുകയും അവർക്ക് ഇന്ന് തന്നെ അതിനനുസരിച്ചുള്ള മാർക്കറ്റിംഗ് ആരംഭിക്കാനും സാധിക്കുമെന്നുള്ളതാണ്. അതുപോലെ സീസൺ വൊളാറ്റിലിറ്റി, നമുക്കറിയാം കൂടുതൽ സപ്ലൈ അല്ലെങ്കിൽ കൂടുതൽ ഹാർവെസ്റ്റ് ഉണ്ടായി കഴിയുമ്പോൾ സാധനങ്ങളുടെ വില കുറയുന്ന ഒരു സിസ്റ്റമാണ് അഗ്രികൾച്ചർ പ്രോഡക്ട്സിനുള്ളത്. അത്തരം സീസണൽ വൊളാറ്റിലിറ്റീസ് നമുക്ക് ഒഴിവാക്കാൻ കഴിയും. ഫാസ്റ്റർ ഡിസംഷൻ ഓഫ് ഇൻഫർമേഷൻ, അതായത് പ്രൈസിനെ കുറിച്ചുള്ള, പ്രൈസാണല്ലോ ഒരു പ്രോഡക്റ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം, ആ ഒരു ഇൻഫർമേഷൻ നമുക്ക് എത്രയും പെട്ടെന്ന് മാർക്കറ്റിലേക്ക് പാസ് ഓൺ ചെയ്യാനായിട്ട് സാധിക്കും. റെഡ്യൂസിങ് കോസ്റ്റ് ഓഫ് ക്രെഡിറ്റ്, ദാറ്റ് മീൻസ് ഈ വിലസ്ഥിരത ഉറപ്പാക്കാൻ കഴിഞ്ഞാൽ, അതായത് മാർക്കറ്റിൽ ഹാർവസ്റ്റിന് ശേഷം എന്തായിരിക്കും വില എന്നുള്ളത് ഉറപ്പുവരുത്താൻ കഴിഞ്ഞാൽ ബാങ്കുകൾക്ക് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന ഫാമേഴ്സിൻ്റെ പ്രോഫിറ്റും അല്ലെങ്കിൽ ഫാമേഴ്സ് അക്വയർ ചെയ്യാൻ പോകുന്ന പ്രോഫിറ്റ് എത്രയാണെന്നുള്ളത് അസസ് ചെയ്യാൻ കഴിയും. അതിൻ്റെ ഭാഗമായിട്ട് കോസ്റ്റ് ഓഫ് ക്രെഡിറ്റ്, ദാറ്റ് മീൻസ് ഇൻട്രസ്റ്റ് റേറ്റുകൾ കുറച്ചുകൊണ്ട് ബാങ്കുകൾക്ക് ലോൺ കൊടുക്കാനായിട്ട് സാധിക്കും. And more efficient physical market is there. That means continuous price quotation leads to convergence in price, and this enables the government to eliminate minimum support price and subsidies. അപ്പോൾ നമുക്ക് എപ്പോഴും ഒരു നല്ല കണ്ടിന്യൂസ് ആയ പ്രൈസ് കൊട്ടേഷൻസ് കൃത്യമായ രീതിയിൽ ഇന്നതാണ് വില എന്ന നിലയിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ അതൊരു പ്രൈസ് കൺവേർജൻസിലേക്ക് വരും. കാരണം ഭാവിയിൽ ആ ഒരു വിലയിലേക്ക് തന്നെ മാർക്കറ്റിൻ്റെ വിലയും വരാനുള്ള സാധ്യത കൂടുതലായിരിക്കും. അപ്പോൾ പിന്നെ നേരത്തെ പറഞ്ഞതുപോലെയുള്ള MSP പോലുള്ള ഗവൺമെൻറ് സപ്പോർട്ടുകൾ ഫാമേഴ്സിന് ഒഴിവാക്കാം. അതുപോലെ ഗവൺമെൻറ് കൊടുക്കുന്ന സബ്സിഡീസ്, അതിപ്പോൾ ഫാമിങ്ങിനാണെങ്കിലും ലോണിലാണെങ്കിലും അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റിക്കാണെങ്കിലും ഒക്കെ കൊടുക്കുന്ന അത്തരം സബ്സിഡീസ് ഒഴിവാക്കി ഗവൺമെൻറ്റിന് ആ പണം മറ്റ് ചില കാര്യങ്ങൾക്ക് ചിലവഴിക്കാം, കുറച്ച് വെൽഫെയർ മെഷേഴ്സിന് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റിന് ഉപയോഗിക്കാം. ഇതാണ് ഗവൺമെൻറ് കാണുന്ന അഡ്വാൻറ്റേജ്. പക്ഷേ ഇത് എത്രത്തോളം പ്രാക്ടിക്കലാണ് എന്നുള്ളത് നമുക്ക് ഡിസ്കസബിൾ ആണ്, ഡിബേറ്റബിൾ ആണ്. അതോടൊപ്പം തന്നെ ഡെവലപ്മെൻറ്റ് ഓഫ് ദ എക്കോണമിയെ ഡെവലപ്പ് ചെയ്യുന്നതിന് നമുക്ക് വളരെ സാധിക്കും. കാരണം ഒരു പ്രൈസ് അഷ്വറൻസ് വന്നു കഴിയുമ്പോൾ തന്നെ ഫാമേഴ്സ് വളരെ കൃത്യമായിട്ട് അതിൽ അവർക്ക് അവരുടെ ബിസിനസ് അല്ലെങ്കിൽ അവരുടെ ഫ്യൂച്ചർ അല്ലെങ്കിൽ പ്രോഫിറ്റ് അസസ് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ മാർക്കറ്റേഴ്സ് അല്ലെങ്കിൽ ട്രേഡേഴ്സ് അവർക്കും അവരുടെ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇങ്ങനെ ഗവൺമെൻറ്റിന് അവരുടെ ഫണ്ട് സബ്സിഡീസ് കുറയ്ക്കാൻ കഴിയും. അതുപോലെ ഡെവലപ്മെൻറ്റൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് അവർക്ക് ലോണിനൊരു അഷ്വറൻസ് ലഭിക്കും. ഇങ്ങനെ നമ്മുടെ എക്കോണമി വളരെയധികം ഡെവലപ്മെൻറ്റിലേക്ക് നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ഡിഫറൻസ് നോക്കാം. ഫിനാൻഷ്യൽ ഫ്യൂച്ചേഴ്സും കമ്മോഡിറ്റി ഫ്യൂച്ചേഴ്സും തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. ഒന്ന്, അണ്ടർലൈങ് അസറ്റിൻ്റെ അടിസ്ഥാനത്തിൽ കമ്മോഡിറ്റി ഫ്യൂച്ചേഴ്സിൽ കമ്മോഡിറ്റിയും ഫിനാൻഷ്യൽ ഫ്യൂച്ചേഴ്സിൽ ഫിനാൻഷ്യൽ അസറ്റ്സും പ്രോഡക്ട്സും ആയിരിക്കും നമുക്കുണ്ടായിരിക്കാം. കൺവീനിയൻസ് ഈൽഡ് എന്ന് പറയുന്ന ഒരു സംഭവമാണ് കമ്മോഡിറ്റി ഫ്യൂച്ചേഴ്സിൽ ഉള്ളത്. പക്ഷേ ഫിനാൻഷ്യൽ ഫ്യൂച്ചേഴ്സിൽ കൺവീനിയൻസ് ഈൽഡ് ഇല്ല. കൺവീനിയൻസ് ഈൽഡ് എന്ന് പറഞ്ഞാൽ കൺസംഷൻ വാല്യൂ ആണ്. നമുക്കിപ്പോൾ ഈ കമ്മോഡിറ്റി ഫ്യൂച്ചറിൻ്റെ ഭാഗമായിട്ട് കിട്ടുന്ന വീറ്റോ റൈസോ ഷുഗറോ ഏതാണെങ്കിലും നമുക്ക് കൺസ്യൂം ചെയ്യാൻ കഴിയും. എന്നാൽ ഫിനാൻഷ്യൽ അസറ്റ്സ് നമുക്കൊന്നും കൺസ്യൂം ചെയ്യാൻ കഴിയില്ല. ഡെലിവറിയെ സംബന്ധിച്ച് ഡെലിവറിക്ക് കോസ്റ്റ് ഇൻവോൾവ് ആണ് കമ്മോഡിറ്റിയെ സംബന്ധിച്ച്. കാരണം അത് സ്റ്റോർ ചെയ്യണം, അത് നമ്മൾ കീപ്പ് ചെയ്യണം, വെയർ ഹൗസസ് വേണം, അതുപോലെ ട്രാൻസ്പോർട്ട് ചെയ്യണം, ഇങ്ങനെയുള്ള കോസ്റ്റുകൾ ഇൻവോൾവ് ആണ്. പക്ഷേ ഇത്തരം കോസ്റ്റുകളൊന്നും ഇല്ല. വളരെ പ്രോംപ്റ്റ് ആൻഡ് ഹാസിൽ ഫ്രീ ആയിട്ടുള്ള
ഒരു ട്രാൻസ്ഫർ അല്ലെങ്കിൽ ഒരു ട്രാൻസ്മിഷൻ നമുക്ക് ഫിനാൻഷ്യൽ ഫ്യൂച്ചേഴ്സിൻ്റെ കാര്യത്തിൽ ലഭിക്കും. ക്വാളിറ്റി ഓഫ് അണ്ടർലൈങ് അസറ്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് കമ്മോഡിറ്റിയിൽ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ക്വാളിറ്റി അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ സാധനങ്ങൾ തീരുമാനിക്കുന്നത്. ഇനി ഫിനാൻഷ്യൽ ഫ്യൂച്ചേഴ്സിൻ്റെ കാര്യത്തിൽ അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, കാരണം അതിൽ നമ്മൾ ക്വാളിറ്റി പ്രോഡക്റ്റ് ക്വാളിറ്റി നോക്കിയിട്ടല്ല ചെയ്യുന്നത്, ഷെയറിൻ്റെ ഒക്കെ വാല്യൂ നോക്കിയിട്ടാണ് നമ്മൾ തീരുമാനിക്കുന്നത്. സപ്ലൈയെ സംബന്ധിച്ച് പറയുമ്പോൾ ഡിപ്പെൻഡൻറ്റ് ഓൺ വെദർ ആൻഡ് സ്റ്റോറേജ്. നമ്മൾ ഈ സാധനങ്ങളുടെ അവൈലബിലിറ്റി, നമുക്ക് മാർക്കറ്റിൽ സാധനങ്ങളുടെ സപ്ലൈ എത്രത്തോളം, ഡിമാൻഡ് എത്രത്തോളം ഉണ്ട്, അതുപോലെ തന്നെ ആ കാലഘട്ടത്തിലെ നമ്മുടെ കാലാവസ്ഥ വ്യതിയാനങ്ങൾ, ഇതൊക്കെ നമ്മളെ ബാധിക്കും. മഴ പെയ്യുമ്പോൾ കൂടുതൽ വിളനാശം ഉണ്ടാകും, അത് നമുക്ക് സപ്ലൈ കുറയ്ക്കും. എന്നാൽ കൂടുതൽ നല്ല മഴ ലഭിച്ചു നല്ല ചില സമയങ്ങളിൽ നല്ല ഹാർവെസ്റ്റ് ഉണ്ടാകുന്ന സിറ്റുവേഷൻ, അപ്പം ഇതിനൊക്കെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്. എന്നാൽ സപ്ലൈ എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ് ഫിനാൻഷ്യൽ ഫ്യൂച്ചേഴ്സിൻ്റെ കാര്യത്തിൽ. സെറ്റിൽമെൻറ്റിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ സ്റ്റോക്ക് ഇൻഡെക്സ് നോട്ട് ബൈ ഫിസിക്കൽ ഡെലിവറി. സ്റ്റോക്ക് ഇൻഡെക്സ് ഫിസിക്കൽ ഡെലിവറി ആയിട്ടല്ല നമ്മൾ ചെയ്യുന്നത്, ഇതിൽ ടൈപ്പിംഗ് മിസ്റ്റേക്കാണ്, തിരിച്ചാണ് വരേണ്ടത്. ഫിസിക്കൽ ഡെലിവറി ആയിട്ടാണ് കമ്മോഡിറ്റി ഫ്യൂച്ചേഴ്സ് കൊടുക്കുന്നത്. സ്റ്റോക്ക് ഇൻഡെക്സുകൾ നമ്മൾ ഫിസിക്കൽ ഡെലിവറി കൊടുക്കാറില്ല. പീരീഡിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ നോർമലി 90 ഡേയ്സ് ആണ് നമുക്ക് കമ്മോഡിറ്റി ഫ്യൂച്ചർ വരാം. എന്നാൽ അത്തരമൊരു ലിമിറ്റേഷൻ നമുക്ക് ഫിനാൻഷ്യൽ ഫ്യൂച്ചറിൻ്റെ കാര്യത്തിൽ ഇല്ല. 90 ഡേയ്സ് എന്നൊക്കെ വെക്കാൻ കാരണം നമുക്ക് അതിൽ കൂടുതലായിട്ടൊന്നും കമ്മോഡിറ്റി സ്റ്റോർ ചെയ്യാൻ കഴിയില്ല. ഓൾമോസ്റ്റ് 3 മന്ത്സിനടുത്ത് വരും. അത് നമുക്ക് അതിൽ കൂടുതലായിട്ട് സ്റ്റോർ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതിൽ കൂടുതൽ ചില കാര്യങ്ങൾ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം, പക്ഷെ നോർമലി 90 ഡേയ്സ് ആണ് വരുന്നത്. സോ ദീസ് ആർ ദ ബേസിക് ഡിഫറൻസ് ബിറ്റ്വീൻ കമ്മോഡിറ്റി ഫ്യൂച്ചേഴ്സ് ആൻഡ് ഫിനാൻഷ്യൽ ഫ്യൂച്ചേഴ്സ് വി ക്യാൻ സേ. നമ്മൾ രണ്ടാമതായിട്ട് നോക്കാൻ പോകുന്നത് സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സിനെ കുറിച്ചാണ്. നമ്മളത് ഫിനാൻഷ്യൽ ഫ്യൂച്ചറിലേക്ക് കടന്നു. മറ്റത് കമ്മോഡിറ്റി ഫ്യൂച്ചറാണ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെല്ലാം ഫിനാൻഷ്യൽ ഫ്യൂച്ചറിൻ്റെ ഗണത്തിൽപ്പെടുന്നതാണ്. സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്നത് ആർ എഗ്രിമെൻറ്റ്സ് ടു ബൈ ഓർ സെൽ എ സ്പെസിഫൈഡ് സ്റ്റോക്ക് ഇൻ ദ ഫ്യൂച്ചേഴ്സ് അറ്റ് എ സ്പെസിഫൈഡ് പ്രൈസ്. അപ്പോൾ നമുക്കറിയാം സ്റ്റോക്കാണ്. സ്റ്റോക്ക് എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഓഫ് ഷെയറിനെയാണ് നമ്മൾ സ്റ്റോക്ക് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ഒന്നിലധികം കമ്പനികളുടെ ഷെയറുകൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യാം എന്നുള്ളതായ ഒരു എഗ്രിമെൻറ്റിൽ ഏർപ്പെടുന്ന സംവിധാനമാണ് സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സ്. ദിസ് ഈസ് ടു അവോയ്ഡ് ദ വൊളാറ്റിലിറ്റി ഓഫ് സ്റ്റോക്ക് പ്രൈസ്. ഭാവിയിൽ ഉണ്ടാകാവുന്ന മാർക്കറ്റിലെ അപ്സ് ആൻഡ് ഡൗൺസ്, അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സിൽ നമ്മൾ ഇടപെടുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് ബൈയിങ് ഷെയർസ് സ്ട്രെയിറ്റ്ലി, ദ ഇൻവെസ്റ്റേഴ്സ് യൂസ് ദിസ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ് ഫോർ ഗെറ്റിംഗ് പ്രോഫിറ്റ് ഓർ മിനിമൈസിങ് റിസ്ക് ഇൻ ഫ്യൂച്ചേഴ്സ്. നമ്മൾ ഡയറക്റ്റായിട്ട് ഒരു കമ്പനിയുടെ ഷെയർ നമ്മൾ വാങ്ങുന്നതിന് പകരം സ്റ്റോക്ക് ഫ്യൂച്ചറുകൾ നമ്മൾ വാങ്ങിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒരു കാര്യം പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതിനും മറ്റൊന്ന് റിസ്ക് കുറയ്ക്കുന്നതിനാണ്. കാരണം ചില ആളുകൾ, നമുക്ക് സ്പെക്കുലേറ്റേഴ്സ് എന്ന് വിളിക്കാവുന്നവരെ, അവർക്ക് പ്രോഫിറ്റ് കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ ഷെയർ വാങ്ങിക്കുന്നതിന് പകരം ഷെയറിൻ്റെ ഫ്യൂച്ചർ വാങ്ങിക്കും, അതിൻ്റെ കോൺട്രാക്റ്റ് വാങ്ങിക്കും. അപ്പോൾ അന്ന് മാർക്കറ്റിലുണ്ടാകുന്ന വില വ്യതിയാനങ്ങൾ അനുസരിച്ച് അവർക്ക് ലാഭം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ അത് എങ്ങനെയാണ് സംഭവിക്കുന്നത് വെച്ചാൽ, മാർക്കറ്റിൽ വലിയ വില ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഇൻഫോസിസിൻ്റെ ഷെയർ മാർക്കറ്റിൽ ഏകദേശം 3000 രൂപയോളം വില നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർ സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സ് വാങ്ങിക്കുകയും, അത് 3000-ൽ താഴെയായിരിക്കും, പ്രോബബ്ലി 2500 അവർക്ക് സ്റ്റോക്ക് ഫ്യൂച്ചറുകൾ വാങ്ങിക്കാൻ ലഭിക്കുന്നു എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ 2500 രൂപയ്ക്ക് സ്റ്റോക്ക് ഫ്യൂച്ചറിൽ ഇൻഫോസിസിൻ്റെ ഷെയർ വാങ്ങിച്ചിട്ട് അവർ മാർക്കറ്റിൽ ഉടനെ തന്നെ 3000 രൂപയ്ക്ക് അത് വിൽക്കും. അപ്പോൾ ഏകദേശം ഒരു ഷെയറിന്മേൽ തന്നെ 500 റുപ്പീസിൻ്റെ പ്രോഫിറ്റ് അവർക്ക് ബുക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതുപോലെ തന്നെ റിസ്ക് കുറയ്ക്കാൻ കഴിയുക, നമുക്ക് ഭാവിയിൽ മാക്സിമം ഇതിൻ്റെ വില വ്യതിയാനങ്ങൾ ഉണ്ടാകുമ്പോൾ അത് നമുക്ക് എങ്ങനെ കുറയ്ക്കാൻ കഴിയും എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഈ സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സ് ബൈ ചെയ്യാം. മറ്റൊന്നാണ് കറൻസി ഫ്യൂച്ചറുകൾ. ഇതിൻ്റെ പേര് ഓർമ്മിപ്പിക്കുന്നത് പോലെ തന്നെ ഇതൊരു കറൻസി ബേസ് ചെയ്തുകൊണ്ടുള്ള ഫ്യൂച്ചറാണ്. ദീസ് ആർ കോൺട്രാക്ട്സ് സ്പെസിഫൈങ് എ സ്റ്റാൻഡേർഡ് വോളിയം ഓർ സൈസ് ഓഫ് എ പർട്ടിക്കുലർ കറൻസി ടു ബി എക്സ്ചേഞ്ച്ഡ് ഓൺ എ സ്പെസിഫിക് സെറ്റിൽമെൻറ്റ് ഡേറ്റ്. അഗെയിൻ ഇതൊരു ഫ്യൂച്ചറിസ്റ്റിക് കോൺട്രാക്റ്റ് ആണ്. ഇതിൻ്റെ അടിസ്ഥാനം കറൻസി ആണെന്ന് ഞാൻ പറഞ്ഞു. ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് വോളിയം ഉണ്ട്, അതിന് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. നമുക്കിപ്പോൾ ഭാവിയിൽ ഒരു 6 മന്ത്സിന് ശേഷം ഒരു ഇൻ്റർനാഷണൽ ട്രാവൽ പോവുകയോ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ബിസിനസ്സിൽ ഏർപ്പെടുകയോ ഒരു പർട്ടിക്കുലർ അസറ്റ് നമ്മൾ ഇൻ്റർനാഷണലി നമ്മൾ ബൈ ചെയ്യുകയോ അല്ലെങ്കിൽ സെൽ ചെയ്യുകയോ ഒക്കെ ചെയ്യേണ്ടി വരുന്ന സാഹചര്യങ്ങളിലാണ് നമ്മൾ ഇത്തരം കറൻസി ഫ്യൂച്ചേഴ്സിൽ ഏർപ്പെടുന്നത്. നമുക്കറിയാം കറൻസി വിലകൾ
ഓരോ ദിവസവും തന്നെ വ്യതിയാനങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അന്നത്തെ 6 മാസത്തിനോ അല്ലെങ്കിൽ 3 മാസത്തിനോ ശേഷമുള്ള വിലയെ സ്ഥിരപ്പെടുത്തുന്നതിന് വേണ്ടി നമ്മൾ ഇത്തരം കോൺട്രാക്റ്റുകളിൽ ഏർപ്പെടുകയാണ് ചെയ്യുന്നത്. ആൻഡ് മെയിൻലി യൂസ്ഡ് ബൈ MNCs ആൻഡ് സ്പെക്കുലേറ്റേഴ്സ്. MNCസിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം മൾട്ടിനാഷണൽ കമ്പനീസ് ആണ്, ഒന്നിൽ കൂടുതൽ രാജ്യങ്ങളിൽ അവർ ഓപ്പറേറ്റ് ചെയ്യും. സോ അവർക്ക് ടെക്നോളജി ട്രാൻസ്ഫേഴ്സ് ചെയ്യേണ്ടി വരും, ഫണ്ട് ട്രാൻസ്ഫേഴ്സ് ചെയ്യേണ്ടി വരും, അവരുടെ ഓപ്പറേഷണൽ എക്സ്പെൻസസ് മീറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി പല രാജ്യങ്ങളിലെയും കറൻസികൾ അവർക്ക് ഉപയോഗിക്കേണ്ടി വരും. കോമൺലി അവർ ഉപയോഗിക്കുന്നത് ഡോളേഴ്സിലാണ്. അപ്പോൾ ഇത്തരം ഡോളർ പ്രൈസസിൽ വരുന്ന വേരിയേഷൻസ് ഓരോ രാജ്യങ്ങളിലെയും സ്ഥിതി അനുസരിച്ച് ഡോളർ പ്രൈസുകളിൽ വേരിയേഷൻസ് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അവർ കൂടുതലായിട്ട് എമൗണ്ട് സ്പെൻഡ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഡോളർ ഇപ്പോൾ ഇന്ത്യയിലെ അവസ്ഥ എടുക്കുകയാണെങ്കിൽ ഡോളറും ഇന്ത്യൻ കറൻസിയുമായിട്ടുള്ള വില നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യൻ റുപ്പി നമ്മൾ ഡിമിനിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൂടുതൽ ഡോളർ സ്പെൻഡ് ചെയ്താൽ മാത്രമേ അവർക്ക് ഇക്വലൻ്റ് ആയിട്ടുള്ള ഇന്ത്യൻ കറൻസി ലഭിക്കുകയുള്ളൂ. അങ്ങനെ വരുമ്പോൾ അവർക്കുണ്ടാകാവുന്ന എക്സ്ചേഞ്ച് ലോസസ് അത് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് MNCs കൂടുതലും കറൻസി ഫ്യൂച്ചേഴ്സിൽ ഏർപ്പെടുന്നത്. അതിൻ്റെ ഫീച്ചേഴ്സ് നോക്കിയാൽ, ഒന്ന് സൈസ് ആൻഡ് മെച്യൂരിറ്റി ഓഫ് ദ കോൺട്രാക്റ്റിനെ സംബന്ധിച്ച് ചില കാര്യങ്ങളുണ്ട്. ഒന്ന് ട്രേഡഡ് ഓൺ ലിമിറ്റഡ് കറൻസീസ്. ചില കറൻസീസിൽ മാത്രമേ നമുക്ക് കറൻസി ഫ്യൂച്ചേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളൂ. എല്ലാ രാജ്യത്തിൻ്റെയും കറൻസീസിൽ അത് അവൈലബിൾ അല്ല. സൈസ് ഓഫ് ദ കോൺട്രാക്ട് സ്റ്റാൻഡർഡൈസ്ഡ് അപ് ടു എ ഫിക്സ്ഡ് എമൗണ്ട്. ഇത്ര എമൗണ്ട് വരെ മാത്രമേ നമുക്ക് കറൻസി ഫ്യൂച്ചേഴ്സിൽ ഏർപ്പെടാനായിട്ട് കഴിയുകയുള്ളൂ. Date of delivery is on 3rd Wednesdays of Jan, February, March, April, June, July, September and December. എല്ലാ മാസങ്ങളും ഇല്ല. അപ്പോൾ 3rd Wednesdays ആണ് നമുക്ക് ഡെലിവറിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആ കോൺട്രാക്റ്റ് മെച്യൂരിറ്റി ആയി നമ്മൾ കറൻസി ഡെലിവറി ചെയ്യുന്ന ദിവസത്തിനെയാണിത് പറയുന്നത്. യൂസ് ഓഫ് പിറ്റ്സ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ട്രേഡിംഗ് റൂഫാണ്. ബ്രോക്കേഴ്സും കസ്റ്റമേഴ്സും അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സും തമ്മിൽ ഫേസ് ടു ഫേസ് മീറ്റ് ചെയ്തുകൊണ്ട് അവർക്ക് കറൻസി ഫ്യൂച്ചേഴ്സ് വാങ്ങിക്കുന്നതിനുള്ള ഒരു പ്രത്യേക സ്ഥലത്തെയാണ് പിറ്റ്സ് എന്ന് പറയുന്നത്. ട്രാൻസാക്ഷൻ ത്രൂ ക്ലിയറിംഗ് ഹൗസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കറൻസി ഫ്യൂച്ചേഴ്സിൽ ഏർപ്പെടാൻ കഴിയുകയുള്ളൂ. മാർജിൻ മണി, നമ്മൾ സാധാരണ ഡെറിവേറ്റീവിലെല്ലാം പറഞ്ഞതുപോലെ തന്നെ ഇനീഷ്യൽ മാർജിനും മെയിൻ്റനൻസ് മാർജിൻ, വേരിയേഷൻ മാർജിൻ പോലുള്ളതായ മാർജിൻ മണി തീർച്ചയായും കറൻസി ഫ്യൂച്ചേഴ്സിലും ഉണ്ട്. മാർക്കിംഗ് ടു ദ മാർക്കറ്റ്, അതും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഡിസ്കസ് ചെയ്തതാണ്. ഓരോ ദിവസത്തെയും ഡിമാൻഡ് ആൻഡ് സപ്ലൈ വെച്ചുകൊണ്ട് മാർക്കറ്റിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങളെ നമ്മൾ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് എന്താണ് നമ്മുടെ കോൺട്രാക്റ്റിൻ്റെ ഇന്നത്തെ വില എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കും. അതിനാണ് മാർക്കിംഗ് ടു ദ മാർക്കറ്റ് എന്ന് പറയുന്നത്. മോഡ് ഓഫ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതുപോലെ തന്നെ നോർമലായിട്ട് നമ്മൾ മോണിറ്ററി ട്രാൻസാക്ഷൻസ് ചെയ്യുന്നത് ബ്രോക്കറേജ് വഴിയാണ്, ബ്രോക്കിംഗ് സ്ഥാപനങ്ങൾ വഴിയാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ ഇത്തരം കറൻസി ഫ്യൂച്ചേഴ്സും നമുക്ക് ബ്രോക്കിംഗ് ഫേംസിനെ കണ്ടുപിടിക്കണം. അവരായിരിക്കും നമുക്ക് വേണ്ടിയിട്ടുള്ള കൗണ്ടർ പാർട്ടീസിനെ കണ്ടുപിടിക്കുക. അവർ ത്രൂ ആയിരിക്കും നമ്മൾ ക്ലിയറിംഗ് ഹൗസിനെ സമീപിക്കുക. അവർ ത്രൂ ആയിരിക്കും നമുക്ക് ട്രാൻസാക്ഷൻസ് സെറ്റിൽ ചെയ്ത് ലഭിക്കുക. കോസ്റ്റ് ഇൻഗേർഡ് ആണ് അതിനകത്ത് പല കോസ്റ്റുകളും. ഒന്ന് ബ്രോക്കറേജ് കമ്മീഷൻ, ദെൻ ക്ലിയറിംഗ് ഫീ. 3 നമ്മളിപ്പോൾ കറൻസി നമ്മുടെ കയ്യിൽ നമുക്ക് ആക്ച്വലായിട്ട് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഡെലിവറി കോസ്റ്റും കൂടെ നമ്മളതിനകത്ത് ഇൻവോൾവ് ചെയ്യിക്കണം. സോ ദീസ് ആർ ദ ഫീച്ചേഴ്സ്. അടുത്തതായി നമ്മൾ നോക്കുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് ഫ്യൂച്ചറുകളാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവമാണിത്. എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ഇൻട്രസ്റ്റ് റേറ്റ് ഫ്യൂച്ചേഴ്സ് കോൺട്രാക്ട് വാസ് ഇൻ euro dollars in 1975 by Chicago Mercantile Exchange. 1975 ആരംഭിച്ചതാണത്. ഇന്ത്യയിൽ അത് ജൂൺ 2003 ആരംഭിക്കുന്നത്. കുറച്ച് റീസെൻ്റ്ലി ആണ് എന്ന് നമുക്ക് പറയാം. ഇൻട്രസ്റ്റ് റേറ്റ് ഫ്യൂച്ചേഴ്സ് ആർ ഫ്യൂച്ചേഴ്സ് കോൺട്രാക്ട് വിത്ത് ഇൻട്രസ്റ്റ് റേറ്റ്സ് ബീങ് അണ്ടർലൈൻ. ഇൻട്രസ്റ്റ് റേറ്റുകളായിരിക്കും നമ്മൾ ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള അസറ്റുകൾ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ സ്റ്റാൻഡർഡൈസ്ഡ് കോൺട്രാക്ട് ട്രേഡഡ് ഓൺ ആൻ എക്സ്ചേഞ്ച് to buy or sell a debt security at a certain future date at a specified price determined today. ഇപ്പോൾ നമുക്കറിയാം ഒരു MNCയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ഫ്യൂച്ചർ ബിസിനസ് ഓപ്പർച്യൂണിറ്റി അവർ പ്ലാൻ ചെയ്യുകയാണ് മറ്റൊരു മാർക്കറ്റിലോ അല്ലെങ്കിൽ നമ്മുടെ ഈ രാജ്യത്ത് തന്നെയോ. അപ്പോൾ അന്ന് അവർക്കൊരു ഫിനാൻഷ്യൽ നീഡ് ഉണ്ട്. മേ ബി ഒരു 6 monthsന് ശേഷമായിരിക്കാം അവർക്കൊരു ഫിനാൻഷ്യൽ നീഡ് വരുന്നത്. നമ്മളുടെ ഇൻട്രസ്റ്റ് റേറ്റുകൾ ഫ്ലക്ച്വേറ്റിംഗ് ആണ്. നമുക്കറിയാം RBI തീരുമാനിക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റുകൾക്ക് അനുസരിച്ച് നമ്മളുടെ ബാങ്ക് റേറ്റുകൾ വ്യത്യാസം വന്നുകൊണ്ടിരിക്കും.
അപ്പോൾ ഇന്ന് അവർക്കൊരു ഫേവറബിൾ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കാം ഉണ്ടായിരിക്കുന്നത്, പക്ഷേ 3 അല്ലെങ്കിൽ 6 മാസത്തിന് ശേഷം എന്തായിരിക്കും ഇൻട്രസ്റ്റ് റേറ്റ് എന്നുള്ളത് അവർക്കറിയില്ല. അങ്ങനെ വരുന്ന ഒരു സിറ്റുവേഷനിൽ അവർക്ക് നമ്മുടെ ഇന്നത്തെ ഏകദേശം റേറ്റിൽ തന്നെ 6 മാസത്തിന് ശേഷം ലോണുകൾ അവൈലബിൾ ആക്കുന്നതിന് വേണ്ടി അവർ ഇൻട്രസ്റ്റ് റേറ്റ് ഫ്യൂച്ചറുകളിൽ ഏർപ്പെടും. അപ്പോൾ ഇത്തരം അത് മിക്കവാറും ധനകാര്യ സ്ഥാപനങ്ങളും തമ്മിലും ആയിരിക്കും കൂടുതൽ ഉണ്ടായിരിക്കുക. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഏകദേശം ഇന്നത്തെ വിലയിൽ അല്ലെങ്കിൽ നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു വിലയിൽ 6 മാസത്തിന് ശേഷം ഇൻട്രസ്റ്റ് ലോണുകൾ അല്ലെങ്കിൽ ബോറോയിങ് ഇൻസ്ട്രുമെൻറ്റ്സ് തരാൻ താല്പര്യമുള്ള കമ്പനീസിനോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനോ നമ്മൾ സമീപിക്കുകയും അവരുമായിട്ടൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത്തരം കോൺട്രാക്റ്റുകളുടെ ഭാഗമായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ലോൺ എമൗണ്ട് നമ്മളുടെ ആവശ്യമുള്ള സമയത്ത് നമുക്ക് അവൈലബിൾ ആവുന്നു എന്നുള്ളതാണ് ഇൻട്രസ്റ്റ് റേറ്റ് ഫ്യൂച്ചേഴ്സിൻ്റെ പ്രത്യേകത. ഇത് തന്നെ നമ്മൾ മറ്റൊരു കാര്യം കൂടി ഓർപ്പിക്കാം, ഫ്ലോട്ടിംഗ് ആൻഡ് ഫിക്സഡ് റേറ്റ് ഉപയോഗിക്കുന്ന ആളുകൾക്കും ഇത് വളരെ യൂസ്ഫുൾ ആണ്. ദാറ്റ് മീൻസ് ഫിക്സഡ് റേറ്റ് ഓഫ് ലോൺ എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് റേറ്റുകൾ എല്ലാ ലോണിൻ്റെ കാലാവധി തീരുന്നവരെ ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സഡ് ആയിരിക്കും. അതേസമയം ഫ്ലോട്ടിംഗ് റേറ്റിൽ പോകുന്ന ആളുകളുണ്ട്. ഫ്ലോട്ടിംഗ് റേറ്റിൽ പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മാർക്കറ്റിൽ വരുന്ന ബാങ്ക് റേറ്റുകളുടെ അടിസ്ഥാനത്തിൽ റേറ്റുകളിൽ വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കൂടിപ്പോകുന്ന അവസരത്തിൽ ആളുകൾക്ക് എപ്പോഴും ഫിക്സഡ് റേറ്റിനോടാണ് താല്പര്യം. ഇൻട്രസ്റ്റ് റേറ്റ് കുറയുന്ന സാഹചര്യത്തിൽ ഫ്ലോട്ടിംഗ് റേറ്റിലാണ് താല്പര്യം. അപ്പോൾ ഫിക്സഡ് റേറ്റ് ഉള്ള ആളുകൾക്ക് ഫ്ലോട്ടിംഗ് റേറ്റ് ഇൻട്രസ്റ്റ് ഫ്യൂച്ചേഴ്സിലും അതുപോലെ തന്നെ ഫ്ലോട്ടിംഗ് ഇൻട്രസ്റ്റ് റേറ്റുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഫിക്സഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഫ്യൂച്ചേഴ്സും വേണമെങ്കിൽ ഉപയോഗിക്കാം. അത് അവരുടെ ഒരു കൗണ്ടർ അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ട് കൗണ്ടർ എഗ്രിമെൻ്റ് ആയിട്ട് അവർക്ക് വയ്ക്കാം. അപ്പോൾ ഒന്നിലുണ്ടാകുന്ന നഷ്ടം മറ്റൊന്നിൽ അവർക്ക് നികത്താനും സാധിക്കും. ഇതൊക്കെയാണ് ഇൻട്രസ്റ്റ് റേറ്റ് ഫ്യൂച്ചേഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കുന്നതാണ് സ്റ്റോക്ക് ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ മറ്റൊരു ഫ്യൂച്ചർ ആണ്. ഏറ്റവും അവസാനത്തെ ഒരു ഫിനാൻഷ്യൽ ഫ്യൂച്ചർ ആണ് നമുക്ക് സ്റ്റോക്ക് ഇൻഡെക്സ് ഫ്യൂച്ചർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ഫ്യൂച്ചേഴ്സ് കോൺട്രാക്ട് ബേസ്ഡ് ഓൺ സ്റ്റോക്ക് ഇൻഡെക്സസ് അല്ലെങ്കിൽ സ്റ്റോക്ക് ഇൻഡെക്സുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമ്മളിവിടെ BSEയിലും NSEയിലും ഒക്കെ ഉപയോഗിക്കുന്ന സ്റ്റോക്ക് ഇൻഡെക്സുകൾ, സെൻസെക്സ്, നിഫ്റ്റി തുടങ്ങിയതായിട്ടുള്ള ഇൻഡെക്സുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ളതായ ഫ്യൂച്ചേഴ്സ് ആണത്. It is a commitment to buy or sell a portfolio of stocks comprising of the index at a further date. ഭാവിയിൽ വരാവുന്ന ഇൻഡെക്സ് റേറ്റുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പോർട്ട്ഫോളിയോ ആണ് നമ്മൾ സ്റ്റോക്ക് ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ഹൈപ്പോത്തറ്റിക്കൽ പ്രോഡക്റ്റ്. അതൊരു ജെന്യുവിൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു റിയലൈസബിൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് അല്ല, ടാഞ്ചിബിൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റുമല്ല. ഇറ്റ് ഈസ് എ ഹൈപ്പോത്തറ്റിക്കൽ പ്രോഡക്റ്റ്. നമുക്കൊരു സാങ്കല്പികമായിട്ടുള്ള ഒരു വസ്തുവാണത്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് നോൺ ഡെലിവറബിൾ അസറ്റ് ഓൾസോ. നമുക്ക് ഡെലിവർ ചെയ്യാൻ കഴിയില്ല. ഇപ്പോൾ കമ്മോഡിറ്റി സ്റ്റോക്ക് അല്ലെങ്കിൽ കമ്മോഡിറ്റി ഫ്യൂച്ചേഴ്സോ അല്ലെങ്കിൽ ഫ്യൂച്ചർ മറ്റു തരത്തിലുള്ള ഫ്യൂച്ചേഴ്സൊക്കെ നമുക്ക് ഡെലിവർ ചെയ്യാൻ കഴിയും, കറൻസി ആണെങ്കിലും ഷെയർ ആണെങ്കിലും ഒക്കെ. പക്ഷെ അതുപോലെ നമുക്ക് ഡെലിവർ ചെയ്യാൻ കഴിയുന്ന ഒന്നല്ല ഈ സ്റ്റോക്ക് ഇൻഡെക്സ് ഫ്യൂച്ചറുകൾ എന്ന് പറയുന്നത്. എങ്ങനെയാണത് വർക്ക് ചെയ്യുന്നത്? അത് ഒരുപക്ഷെ നമുക്ക് സംശയം അല്ലെങ്കിൽ പലപ്പോഴും നമുക്ക് സംശയം വരുന്ന ഒരു കാര്യമാണ്. ഒന്ന്, to attach value to the index futures, each point is assigned to a monetary value. If each index point is equal to ₹1, as in case of NSE Nifty അല്ലെങ്കിൽ BSE Sensex, then the index at 22,350 would be equal to a monetary value of 22,350. That means ഓരോ ഇൻഡെക്സും നമുക്കറിയാം, ഓരോ ദിവസവും മാർക്കറ്റിൽ വരുന്ന വ്യതിയാനങ്ങൾ നമുക്ക് പത്ര റിപ്പോർട്ടുകൾ, ന്യൂസ് റിപ്പോർട്ടുകളൊക്കെ നമുക്ക് കാണുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ BSEയുടെയും NSEയുടെയും വെബ്സൈറ്റ്സിൽ നമുക്ക് അവൈലബിൾ ആണ്. ഓരോ ദിവസത്തെയും മാർക്കറ്റിൻ്റെ ട്രെൻഡുകൾ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒന്നാണ് ഈ പറയുന്ന ഇൻഡെക്സുകൾ എന്ന് പറയുന്നത്. മാർക്കറ്റ് എങ്ങനെ ഓരോന്നിനോടും പ്രതികരിക്കുന്നു എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അതിൽ നിന്ന് മനസ്സിലാക്കാം. ഒരു പരിധി വരെ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ടുള്ള ഇൻഫർമേഷനാണ്. അപ്പോൾ ഈ ഇൻഡെക്സിനെ ഓരോ ഇൻഡെക്സിനും ₹1 എന്ന് കണക്കാക്കി നമ്മൾ വെക്കുകയാണെങ്കിൽ അതിൻ്റെ വില നമ്മൾ കണക്കാക്കപ്പെടുന്ന അങ്ങനെയാണ്. ഇപ്പോൾ നമ്മൾ സ്റ്റോക്ക് ഇൻഡെക്സ് NSEയിലെ നിഫ്റ്റി നമ്മൾ നിഫ്റ്റിയുടെ പോയിന്റ് 22,350 ആണെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ 10,000 ആണ്, അല്ലെങ്കിൽ 5,000 ആണ്, ഏത് രീതിയിലും വിചാരിക്കും. 5,000 ആണ് എങ്കിൽ
5000-ൽ നമ്മൾ സ്റ്റോക്ക് ഇൻഡെക്സ് ഫ്യൂച്ചർ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ നമുക്ക് മെച്യൂർ ആവുന്ന സമയത്ത് അല്ലെങ്കിൽ ആ കോൺട്രാക്റ്റ് എൻഡ് ചെയ്യുന്ന സമയത്ത് എന്താണോ നമ്മളുടെ വാല്യൂ, ആ വാല്യൂവിന് നമുക്ക് ആ വാല്യൂ അല്ലെങ്കിൽ ആ ഇൻഡെക്സ് എത്രയാണോ ആ ഇൻഡെക്സിനെ ഇൻറ്റു 1 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതായിരിക്കും നമ്മുടെ മോണിറ്ററി വാല്യൂ എന്ന് പറയുന്നത്. നമ്മൾ 5000-ൽ ഒരു ഇൻഡെക്സ് ബുക്ക് ചെയ്തു അല്ലെങ്കിൽ ഇൻഡെക്സ് ഫ്യൂച്ചർ നമ്മൾ പർച്ചേസ് ചെയ്തു, നമ്മൾ കുറച്ച് നാളുകൾ വെയിറ്റ് ചെയ്യുന്നു, നമ്മളെ മാർക്കറ്റ് കൂടുന്നു, അതിൻ്റെ മെച്യൂരിറ്റി ടൈമിൽ അതൊരു 10,000 ആവുന്നു എങ്കിൽ 10,000 ഇൻറ്റു 1, സോ വിൽ ഗെറ്റ് 10,000 റുപ്പീസ്. അതാണ്. അപ്പോൾ ഈ ഇൻഡെക്സിനെ നമ്മൾ ഒരു റുപ്പി വാല്യൂമായിട്ട് കൺവേർട്ട് ചെയ്ത് നമ്മളുടെ മെച്യൂരിറ്റി ഡേറ്റിൽ എന്താണോ മാർക്കറ്റിൻ്റെ അവസ്ഥ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പണം ലഭിക്കുന്ന രീതിയാണ്, അല്ലെങ്കിൽ മോണിറ്ററി വാല്യൂ ലഭിക്കുന്ന രീതിയാണ് സ്റ്റോക്ക് ഇൻഡെക്സ് ഫ്യൂച്ചറുകളിൽ ലഭിക്കുന്നത്. സോ വി ഹാവ് ഡിസ്കസ്ഡ് സ്റ്റോക്ക്. അതിന് യൂസസും കൂടെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഒന്ന് സ്പെക്കുലേഷന് വേണ്ടിയിട്ടാണ്. നമുക്കറിയാം ഭാവിയിൽ ഫ്യൂച്ചർ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്പെക്കുലേറ്റേഴ്സ് ഇത് ഉപയോഗിക്കുന്നത്. ഒരു ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ള സംഭവം തന്നെയാണ് സ്പെക്കുലേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരു ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ള ഈ അസറ്റ് ഉപയോഗിക്കുന്നത്. അതോടൊപ്പം തന്നെ ആർബിട്രേജിങ് നമുക്കറിയാം ഒരു സൈമൾട്ടേനിയസ് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ആണ്. ഒരു മാർക്കറ്റിൽ നിന്ന് മാർക്കറ്റിലെ അഡ്വാൻറ്റേജ് ഉപയോഗിച്ചുകൊണ്ട് മറ്റൊരു മാർക്കറ്റിൽ പോയി വിൽക്കുകയും അവിടെ നിന്ന് അഡ്വാൻറ്റേജ് ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഫണ്ട് ലെൻഡിങ്ങിന് വേണ്ടിയിട്ട് സ്റ്റോക്ക് ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ് അവർക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ സെക്യൂരിറ്റീസ് ലെൻഡിങ്, അവർ ആർബിട്രേജ് ചെയ്യുന്ന ആളുകൾ അവർ തന്നെയാണ് ഇതും ഉപയോഗിക്കുന്നത്. അവർ ക്യാഷ് മാർക്കറ്റിൽ നിന്ന് ബൈ ചെയ്യുകയും അതുപോലെ തന്നെ ഈ പറയുന്ന സ്റ്റോക്ക് ഇൻഡെക്സ് പിന്നീട് സെല്ല് ചെയ്യുകയും ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആവശ്യമായിട്ടുള്ള പ്രോഫിറ്റ് അതിൽ നിന്നും ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. സ്ട്രാറ്റജിക് ആർബിട്രേജിങ് എന്ന് പറയുന്നത് തന്നെ ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള ആക്ടിവിറ്റിയാണ്. വളരെ സൂക്ഷിച്ച് മാർക്കറ്റിലുള്ള ഓരോ പൾസുകളും മനസ്സിലാക്കി ഏത് മാർക്കറ്റിൽ എപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള ഒരു ബെറ്റർ ആയിട്ടുള്ള ടൂളാണ് സ്റ്റോക്ക് ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിലെ മാർക്കറ്റ് വളരെ ഫേവറബിൾ ആണെങ്കിൽ ഇവിടെ ഒരു സ്റ്റോക്ക് ഇൻഡെക്സ് ഫ്യൂച്ചർ വെക്കുകയും അത് ഭാവിയിൽ മൾട്ടിനാഷണൽ ആയിട്ട്, അതായത് മറ്റു രാജ്യങ്ങളിൽ ട്രേഡ് ചെയ്യപ്പെടുന്ന ലിസ്റ്റ് ചെയ്യപ്പെടുന്ന കമ്പനീസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയി സെല്ല് ചെയ്യുകയും അങ്ങനെ അവർക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ് സ്ട്രാറ്റജിക് ആർബിട്രേജ് എന്ന് പറയുന്നത്. ഹെഡ്ജിങ് നമുക്കറിയാം ബേസിക്കലി റിസ്ക് മിറ്റിഗേഷൻ ആണ്. അപ്പോൾ റിസ്ക് കുറയ്ക്കുന്നതിന് വേണ്ടി അവർക്ക് ഈ ഒരു സംവിധാനം ഉപയോഗിക്കാനായിട്ട് സാധിക്കും. സോ വി ഹാവ് ഡിസ്കസ്ഡ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്യൂച്ചേഴ്സ് ഇൻ ഡീറ്റെയിൽ. നമ്മൾ കമ്മോഡിറ്റി ഫ്യൂച്ചേഴ്സും ഫിനാൻഷ്യൽ ഫ്യൂച്ചേഴ്സും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്കിത് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഉപകാരപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. താങ്ക് യു ആൻഡ് കീപ് വാച്ചിങ് ഈസി ലേൺ 365.